അയ്യേ എന്ത് മോശമാണ് മലയാളികളൊക്കെ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്ന മലയാളികൾ വരെ ഉത്തർപ്രദേശിൽ ഗംഗയിൽ പോയിട്ട് അവിടെ സ്നാനം ചെയ്യുന്നു, കുംഭമേളയിൽ പങ്കെടുക്കുന്നു, വളരെ മോശം എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പ്രതികരിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു കവർ സ്റ്റോറി എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതിനകത്ത് സിന്ധു സൂര്യകുമാറും ഇതേ മാതൃകയിൽ ഇത് BJP പ്രീണനമാണെന്നുള്ള രീതിയിലും അങ്ങനെ ഇങ്ങനെ കുംഭമേള ഹിന്ദു വികാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്നത് എന്തോ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കേരള സാർ 100% ലിറ്ററസി സാർ, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ എന്തോ കൊമ്പുണ്ട്, നമ്മൾ ഇതിനകത്തൊന്നും പങ്കെടുക്കാനേ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ബോധമില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ് എന്നുള്ള രീതി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. ഇപ്പോൾ കുംഭമേള നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകരും പാട്ടുകാരും മധു ബാലകൃഷ്ണനും അതുപോലെ തന്നെ MG ശ്രീകുമാറും അല്ലെങ്കിൽ സീരിയൽ സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരും നടിമാരും എന്തിന് ISROയുടെ മുൻ ചെയർമാൻ വരെ കുംഭമേളയിൽ പങ്കെടുക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ ISROയുടെ മുൻ ചെയർമാൻ. പുള്ളിക്കാരുടെ മതപരമായ ഒരു രീതിയിലൊരു പ്രാക്ടീസാണ് കുംഭമേളയിൽ പങ്കെടുക്കുക. ഇത് കുംഭമേളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള ഇതുകൊണ്ട് വിശ്വാസി ഒരാൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കും, സ്വാഭാവികം. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് BJPയുടെ അജണ്ടയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിയായിരിക്കും, ഉത്തർപ്രദേശിൽ ഭരിക്കുന്ന BJP ആണ്, അവർക്ക് കുംഭമേള നടത്തേണ്ട അവസരം കിട്ടി. ഇത് 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള ആയതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഈ ഗംഗ കളയാൻ വേണ്ടിയല്ല അവർ ഇൻവെസ്റ്റ് ചെയ്ത്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് നമ്മൾ കരുതുക. ഒരാളവിടെ ചെല്ലാൻ നേരത്ത് നമ്മളവിടുത്തെ ട്രാവൽ, ഫുഡ് അല്ലെങ്കിൽ താമസം, അങ്ങനെ പല കാര്യങ്ങളും അവിടെ നിന്നുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനെല്ലാം നമ്മൾ ചിലവാക്കും. അത് ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് ചെല്ലുന്നത്. ഇത് മനസ്സിലാക്കാൻ വലിയ ബോധമൊന്നും വേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളിൽ വലിയൊരു ഭാഗവും ഈ കുംഭമേളയിൽ പങ്കെടുത്തു. ഏകദേശം 47 കോടിയോളം ഹിന്ദുസ് കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് കണക്ക് വരുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുംഭമേള നടന്നു എന്നുള്ളതാണ്. അതായത് ലോകത്ത് ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന മറ്റൊരു പരിപാടിയില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതാണ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. അത് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഖജനാവിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ കയ്യിലേക്കും ഈ കുംഭമേള കൊണ്ട് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിത്ര മോശമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് മോശം കാര്യമാണ്. ഒരാളുടെ വിശ്വാസമല്ലേ, അവരുടെ മതപരമായ വിശ്വാസമാണ്, പ്രാക്ടീസാണ്, അവിടെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കണക്ട് ചെയ്തത് BJP ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ BJP വളരുന്നതുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ കുംഭമേളയിൽ പങ്കെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാനും ആദ്യം ഒന്ന് ഞെട്ടി. ഇത്രത്തോളം ആൾക്കാരും സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുംഭമേളയിൽ പങ്കെടുക്കുന്നു. ഇത് കേരളത്തിൽ BJP വളരുന്നതുകൊണ്ടാണ്. കേരളത്തിൽ BJP വളരുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് BJP തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അല്ല, അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മധു ബാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ, അവർ വിശ്വാസപരമായിട്ട്, അല്ല പല ആൾക്കാരും ഗംഗയിൽ നിന്നിട്ടും അവർ പാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്. അവരൊക്കെ വിശ്വാസപരമായിട്ടാണ് അവിടെ ചെല്ലുന്നത്, അവരുടെ വിശ്വാസമാണ്. അത് ചോദ്യം ചെയ്യേണ്ട കാര്യം ആർക്കാണ് ഉള്ളത്. ഇനി BJP വളരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് കുംഭമേളയായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിൽ BJP വളരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ BJP വളരുന്നുണ്ട്, അതിശക്തമായ രീതിയിൽ വളരുന്നുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയേക്കാൾ സ്ട്രോങ് ആയിട്ട് വളരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോടാ കള്ളം പറയാമെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ വ്യക്തമായി തന്നെയാണ് പറയാറുള്ളത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളരുന്നത്, ഇത് പച്ചയ്ക്ക് എനിക്ക് പറഞ്ഞുതരാം. ഇത് പലരും പറയാറില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അത് കണക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതിന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഇട്ടാലേ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തത്തുള്ളൂ. അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളരുന്നത്? കേരളത്തിലെ BJPയുടെ ലീഡേഴ്സിൻ്റെ കഴിവുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നരേന്ദ്രമോദിയെ കണ്ടിട്ട് തന്നെയാണ് കേരളത്തിൽ BJP വളരുന്നത്. അവർ കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങൾ, ഏത് നിയമമാണെന്ന് ഞാൻ പതിയെ പറഞ്ഞുതരാം. ഇനി കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നത്? ഇവിടെ LDF ഉണ്ട്, UDF ഉണ്ട്. ഇവർ രണ്ടുപേരും ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാം വോട്ട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ BJP അതിശക്തമായി മുമ്പോട്ട് വരുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരിൽ എന്തൊക്കെ ബഹളമായിരുന്നു. സുല്ലേട്ടനല്ലാതെ തൃശ്ശൂർ ആരും ജയിക്കില്ല, അല്ലെങ്കിൽ മുരളിയേട്ടനല്ലാതെ തൃശ്ശൂർ ആരും ജയിക്കില്ലെന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ LDFിൻ്റെയും ശക്തന്മാരെയാണ് തൃശ്ശൂരി ഇറക്കിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതായത് കേരളത്തിൽ മദർ തെരേസയെ BJP ചിഹ്നത്തിൽ നിർത്തിയാലും ജയിക്കില്ല BJP എന്ന് പറയുന്ന, കേരളത്തിൽ ചാണകം ചവിട്ടില്ലെന്ന് പറയുന്ന, കേരളത്തിൽ താമര വിരിയത്തില്ല എന്ന് പറയുന്ന അതേ മലയാളികൾക്കിടയിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ, നിയമസഭയല്ല പാർലമെൻറ്റ് ഇലക്ഷനിൽ BJP ഒരു സീറ്റ് പിടിച്ചു. കേരളത്തിൽ തൃശ്ശൂരിൽ പിടിച്ചു. ഇന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അവിടെയുള്ള ക്രിസ്ത്യൻസ് ആയാലും അതുപോലെ തന്നെ ഹിന്ദുസ് ആയാലും
ഒരു ചെറിയ ശതമാനം മുസ്ലിംസ് ആയാലും സുരേഷ് ഗോപിക്ക് കൊണ്ട് വോട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ചിഹ്നത്തിൽ? സ്വതന്ത്ര ചിഹ്നത്തിലല്ല, BJP ചിഹ്നത്തിൽ. അപ്പോൾ BJPക്ക് വോട്ട് കൊടുക്കാനൊന്നും കേരളത്തിലെ മലയാളികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആലപ്പുഴയെ നമ്മൾ നോക്കുക. ശോഭ സുരേന്ദ്രൻ്റെ വോട്ട് എത്രത്തോളം മുന്നേറ്റ് നിന്നു എന്ന് നമ്മൾ അറിയിക്കുക. ഇടതുപക്ഷത്തിൻ്റെ പല കോട്ടയും ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ BJP ശക്തമായ രീതിയിൽ വളരുന്നുണ്ട്. അവർക്ക് സീറ്റിലേക്ക് വിജയിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ശക്തമായ രീതിയിൽ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP മാത്രമാണ്. അത് തൃശ്ശൂർ ഒരു എക്സാമ്പിളാണ്. 70,000 വോട്ടിന് ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയത്. വലിയ കാര്യമൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് BJP വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതിൻ്റെയും വലതിൻ്റെയും ഇരട്ടത്താപ്പ് കാരണം. ഒരു എക്സാമ്പിൾ, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് കുറേ സാധാരണ ആൾക്കാരും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണപ്പെട്ട മനുഷ്യരാണ്, കടലിൽ പോയി ജീവിക്കുന്നവരാണ്. 600ഓളം കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കോ ഇല്ലാത്തൊരു നിയമമാണ് കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിലിരിക്കുമ്പോൾ വഖഫ് എന്നുള്ള പേരിൽ അവർക്ക് എഴുതി വെച്ച് കൊടുത്തത്. 2014 കോൺഗ്രസ് ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും കുറേ പല്ലും നഖമുള്ള നിയമങ്ങൾ വഖഫ് ബോർഡിന് എഴുതി കൊടുത്തു എന്നുള്ള. വഖഫ് ട്രൈബ്യൂണലിൽ വരിക, അവർ കാണിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു അവസരം നൽകുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റുമായിട്ട് അവരുടെ ട്രൈബ്യൂണലിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക, മേൽക്കോടതി നോക്കുകുത്തിയാക്കുന്ന ഒരു അവസ്ഥ വരിക, അപ്പീലിന് പോകുന്നതിന് ബുദ്ധിമുട്ട് വരിക. അങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ ഇവർ എഴുതി കൂട്ടി വഖഫ് ബോർഡിന് കൊടുത്തു. അതിനെ എടുത്തു കളയുന്ന രീതിയിൽ വഖഫ് ഭേദഗതി നിയമം മോദി ഗവൺമെൻറ് കൊണ്ടുവരാൻ നേരത്ത് നമ്മുടെ കേരളത്തിൽ ഇടതും വലുതും മുനമ്പത്തെ മനുഷ്യരെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഇതിനെ പൂർണ്ണമായി എതിർത്തു. അല്ലെങ്കിൽ മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ചില പോയിന്റുകളെ എതിർത്തുകൊണ്ടല്ല അവർ സംസാരിച്ചത്, വഖഫ് ഭേദഗതി നിയമം തന്നെ വരരുതെന്ന് പറഞ്ഞു. അപ്പം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നുള്ള ആൾക്കാർക്കും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഇത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നൽ ഇലക്ഷനെ ബാധിക്കുന്നുണ്ട്, BJPക്ക് വോട്ടായി മാറുന്നുണ്ട്. കാരണം ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് വഖഫ് വിഷയത്തിൽ LDFൻ്റെയും UDFൻ്റെയും ഇത്തരത്തിലുള്ള തരികട പരിപാടി. അവസാനം സുരേഷ് ഗോപി വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് സമരം ചെയ്യുന്നവരുടെ അടുത്ത് വന്ന് ഒരു പ്രസംഗമൊക്കെ നടത്തിയപ്പോഴത്തേനും സംഭവം കയറിയങ്ങ് കത്തി. അത് കഴിയാൻ നേരത്ത് പ്രതിപക്ഷ നേതാവൊക്കെ വന്നു, നമ്മളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നെയും നിയമസഭ കൂടി വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി ഒന്നും സംസാരിച്ചില്ല. ഇപ്പം വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റ് വരെ കൊണ്ടുവരാൻ പോവുകയാണ് മോദി ഗവൺമെൻറ്. സ്വാഭാവികമായിട്ടും ഹിന്ദുസിൻ്റെ ഇടയ്ക്കും ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കും മോദിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തരംഗം ഉണ്ടായി. ഇത് സത്യമാണ്. ഇനി പൗരത്വ ഭേദഗതി നിയമം പാവം ഈ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നൊരു പരിപാടി. ഇത് ആരുടെയും പൗരത്വം എടുത്തു കളഞ്ഞു? ആരുടെയും പൗരത്വം എടുത്തു കളഞ്ഞില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇതും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആലോചിച്ച് വെക്കുക, ഈ പലസ്തീൻ അതുപോലെ ഇസ്രയേൽ ഹമാസ് വിഷയം. പണ്ടൊക്കെ നമ്മൾ പലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഭൂമി വേണം, അവർ ജീവിക്കണം എന്നൊക്കെ അഭിപ്രായമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹമാസ് ഒക്ടോബർ 7 എന്താ ചെയ്തതെന്ന് മലയാളികളെല്ലാം കണ്ടു. നമ്മളിപ്പെടുന്ന പല മനുഷ്യരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. ഇവരെല്ലാം ഇത് കണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, നമ്മളെല്ലാം കണ്ടു. ഇതിൻ്റെ പേര് സ്വാതന്ത്ര്യ സമരം ഒന്നല്ല. നമ്മുടെ രാജ്യം പറഞ്ഞ പോലെ ഭീകരാക്രമണമാണ്. ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ്. ഹമാസ് നടത്തിയത് സ്വാതന്ത്ര്യ സമരമല്ല. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ കണ്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആൾക്കാരും പട്ടിണി കിടന്നും പോരാടിയും തന്നെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ബ്രിട്ടീഷുകാരുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശിയിട്ടോ ഒന്നുമല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. സംഭവം ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചില ആൾക്കാരുടെ വോട്ടുകൾ കണ്ടുകൊണ്ട് ഹമാസിന് വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇവരെന്ത് ചെയ്താലും അവരെ പിന്തുണയ്ക്കേണ്ടവരാണ് എന്നൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രസംഗിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും എന്തൊക്കെ ഇവർ കാണിച്ചു വെച്ചത്, ഇതെല്ലാം മലയാളികൾ കണ്ടു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പേടി വന്നു, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്നത്. അതുപോലെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഈ തീവ്രവാദ സംഘടനയാണ്. ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ ചിത്രം ഇവിടെ ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കുന്നു, ഫുട്ബോൾ പരിപാടിയിൽ എഴുന്നള്ളിക്കുന്നു. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു പാകിസ്ഥാനിൽ അധിനിവേശ കാശ്മീരിൽ ഇന്ത്യക്കെതിരെ ഹമാസിൻ്റെ ബൈക്ക്, കാറ്, കുതിര റാലി നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള പ്രവർത്തനമായി നിൽക്കുന്ന എല്ലാ സംഘടനകളും ഹമാസും കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ നിന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഹമാസിന് വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ വലിയ രീതിയിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവിടെ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് പോലും ഒരു പോസ്റ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇസ്രായേൽ ജോലിക്ക് പോയതാണ്, അവിടെ കൊല്ലപ്പെടുകയാണ്.
എന്നിട്ട് ആ പെൺകുട്ടിയുടെ പേര് വെച്ചിട്ട് പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ കണ്ടു. പലരും പോസ്റ്റുകൾ പിൻവലിക്കുന്നതാണ്. ഈ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഈ ഫലസ്തീൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ ഇതുപോലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ തന്നെയാണ് കേരളത്തിലെ മികച്ച BJP നേതാക്കന്മാരില്ലാഞ്ഞിട്ടും മോദിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി താമര ചിഹ്നത്തിൽ മലയാളികൾ വോട്ട് ചെയ്യാനുള്ള കാര്യം. ഇത് ചുമ്മാ കാവടി നിരത്ത് നോക്കിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ന്യൂനപക്ഷ പ്രീണനം, അതായത് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരാൻ നേരത്തെ ആ ഭേദഗതി ബില്ലിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി അഭിപ്രായം പറയുന്നതിന് പകരം ഭേദഗതിയെ വേണ്ട, അതായത് മുനമ്പത്തം മനുഷ്യരെ 600ഓളം കുടുംബങ്ങളെ ഒന്നടങ്കം തള്ളുന്നൊരു കലാപരിപാടി. ഇപ്പോൾ ഫലസ്തീൻ ഹമാസ് വിഷയത്തിൽ ഫലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്, തെറ്റില്ല. ഫലസ്തീൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നുണ്ടോ, കൊടി ഉയർത്തി കാണിക്കുന്നുണ്ടോ തെറ്റില്ല. പക്ഷേ ഹമാസിനെ ഹിസ്ബുള്ളയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെ പിന്തുണയ്ക്കുന്നവർക്കും ഗവൺമെൻറ്റും അല്ലെങ്കിൽ പ്രതിപക്ഷവും സപ്പോർട്ട് ചെയ്യണം പബ്ലിക്കായിട്ട്. എന്തിനു വേണ്ടി? ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി. ഇതൊക്കെ കാണാൻ നേരത്ത് ഭൂരിപക്ഷവും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലയിൽ പെടുന്ന ആൾക്കാരെയൊക്കെ സ്വയമായിട്ടും കൊണ്ട് എന്ത് ചെയ്തു? കുത്തിക്കൊടുത്തു BJPക്ക് വോട്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് വോട്ട് വരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരെ നോക്കിയിട്ടൊന്നും അല്ല ഇവിടെ BJPക്ക് വോട്ട് കിട്ടുന്നത്. മോദിയെ കണ്ടിട്ടാണ്, അമിത്ഷായെ കണ്ടിട്ടാണ്. ഇവർ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ രാജ്യത്ത് വന്നിട്ടുണ്ട് ഇതുകൂടെ പറയേണ്ടതുണ്ടല്ലോ. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ നടക്കൂല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളയുന്നതിന് മുമ്പ് കാശ്മീരിലെ അവസ്ഥ. നമ്മുടെ പട്ടാളക്കാർക്ക് അവരുടെ കുട്ടികളൊക്കെ കല്ലെടുത്തെറിയുകയാണ്, അവിടെ പാകിസ്ഥാൻ്റെ കൊടികൾ ഉയർത്തുകയാണ്, നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ പറ്റാത്തൊരവസ്ഥ. എന്തിന്? നിയമം തന്നെ പ്രത്യേക അവകാശത്തിന് വേണ്ടി കേരളത്തിലും ഒക്കെ ഇരുന്ന് കുറേ ആൾക്കാർ വാദിക്കുന്നത് കാണാം. എന്ത് പ്രത്യേക നിയമം? നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന പല നിയമങ്ങളും കാശ്മീർ ബാധകമല്ല. അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ പോയിട്ട് കാശ്മീരിൽ ഒരു സ്ഥലം മേടിച്ച് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവിടെയുള്ള പെൺകുട്ടിക്ക് പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും. നമ്മുടെ ഇന്ത്യക്കകത്ത് മറ്റൊരു രാജ്യമായിരുന്നു കാശ്മീർ. അത് മാറി. ഇപ്പോൾ കല്ലെറിയുന്ന പയ്യന്മാരില്ല, നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. വലിയ മാറ്റമാണ്. 2, നിതിൻ ഗഡ്കരി എന്ന് പറയുന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്. ഇന്ന് നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ കാണും. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തു നിന്ന് പാലക്കാട് വരെയുള്ള അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് 48 വർഷമാണ് 6 കിലോമീറ്റർ പണിയാൻ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെടുത്തത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 6-7 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ളപ്പം പോലും ഇത് അനങ്ങിയിട്ടില്ല. നിതിൻ ഗഡ്കരി മോദിയും വന്നപ്പോഴാണ് ഈ പരിപാടി നടന്നത്. ഇപ്പം ബൈപ്പാസിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓർക്കും മോദിയെ. ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ തുരുമ്പിച്ച ട്രെയിനുകളായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിലേക്ക് ഇങ്ങനെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിൽ. ബുള്ളറ്റ് ട്രെയിനിൽ എത്തേണ്ടതാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ വന്ദേ ഭാരതിലെത്തിയിരിക്കുകയാണ്. തുരുമ്പിച്ച ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത്. മാറ്റം കാണുന്നുണ്ട് നമ്മൾ റെയിൽവേയിൽ. ഇതെല്ലാം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പുറത്തേക്ക് നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നേരത്തെ സുഷമ സ്വരാജിൻ്റെ കാലത്തായാലും ജയശങ്കറിൻ്റെ കാലത്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം കണ്ടല്ലേ ഈ തീവ്രവാദ സംഘടനയിൽ നിന്നും നേഴ്സുമാരെ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമ്മുടെ കുട്ടികളെ തിരിച്ചെത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ആ തീവ്രവാദികൾക്കിടയിൽ നിന്ന് നമ്മളെ ആൾക്കാരെ തിരിച്ചെത്തിച്ചു. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അവിടെ ഇവിടെയൊന്നും പൊട്ടിത്തെറിയൊന്നും കേൾക്കുന്നില്ല. മറ്റേ എന്തുമായിരുന്നു ബഹളം. ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ താമസിക്കാൻ നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നുണ്ട്. അമിത്ഷായുടെ പ്രവർത്തനം നല്ലതാണ്. ആഭ്യന്തര വകുപ്പ് നല്ലതായിട്ട് പോകുന്നുണ്ട് ഇന്ത്യയിലെ. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇതുപോലെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഉറപ്പാണ് ഞാൻ പറയാം മുനമ്പത്തെ മനുഷ്യർ ഇപ്പോൾ തെരുവിലിരുന്നതിനെ. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 മോദി എടുത്തു കളഞ്ഞു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റില്ല. ഇതറിയാത്ത മലയാളികളൊന്നും ഇപ്പോൾ ഇല്ല. ഇതെല്ലാം അറിയാവുന്ന മലയാളികൾ ഇപ്പോൾ റോഡ് കാണാൻ നേരത്ത്, ആർട്ടിക്കിൾ 370 കാണാൻ നേരത്ത്, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി കാണാൻ നേരത്ത്, നമ്മുടെ രാജ്യത്തുള്ള സുരക്ഷ കാണാൻ നേരത്ത്, രാജ്യത്തിൻ്റെ പാസ്പോർട്ടുമായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്ത്യ തിരിച്ചെത്തിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഇങ്ങോട്ടൊരു അടി കിട്ടി കഴിഞ്ഞാൽ തിരിച്ച് 2 കൊടുക്കാൻ ഇന്ത്യ കൃത്യമായ രീതിയിൽ നമുക്ക് പറ്റും എന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർജിക്കൽ സ്ട്രൈക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലൊരു അവസ്ഥയെ നമ്മൾ നിൽക്കാൻ നേരത്ത് മലയാളികൾ മാറി ചിന്തിക്കുന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഷംസീറിനെ പോലുള്ള സ്പീക്കർമാരൊക്കെ ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ കാണിച്ചു തരാം. ഷംസീറിനെ പോലുള്ള സ്പീക്കർമാരൊക്കെ ഗണപതി മിത്താണെന്നൊക്കെ പറയും. ശരി, മിത്താണെന്നൊക്കെ പറയും, സയൻസൊക്കെ പ്രചരിപ്പിക്കേണ്ടതായിട്ടും. അതേസമയം തിരിച്ചൊരു ചോദ്യം, നിങ്ങളുടെ മതത്തിൽ ഉള്ള വിശ്വാസം മിത്താണോ? അപ്പോൾ പുള്ളിക്കാരൻ മിണ്ടൂല്ല, ഒഴിഞ്ഞു മാറിപ്പോവും. ഇതിൻ്റെ പേര് ഇരട്ടത്താപ്പ് എന്നാണ്. ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരുടെ ദൈവത്തെയൊക്കെ മിത്താണെന്നും അതാണെന്നും പറഞ്ഞ് ആക്ഷേപിക്കുക, സ്വന്തം കാര്യത്തിലേക്ക് വരാൻ നേരത്തെ മിണ്ടാതിരിക്കുക. ഇതുപോലുള്ള തരികിട പരിപാടി പലപ്പോഴും ഇവരൊക്കെ കാണിക്കുന്നത്. ഈ വിപ്ലവ പാർട്ടി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഉള്ള കലാപരിപാടി എന്താ വെച്ചാലും ഇപ്പം
കുറച്ച് ആളുകൾക്ക് മുമ്പേ കണ്ടാണ് ഒരു ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സ്കൂൾ, അങ്ങനെ ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടന്നു. നമ്മുടെ DYFI പോലുള്ള സംഘടനകളൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭവും സമരമൊക്കെ നടത്തി. ഈ അടുത്ത സമയത്ത് കായംകുളത്ത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഉസ്താദ് വന്നിട്ട് അവരുടെ ഒരു മതപരമായ പരിപാടി നടത്തി. ആരും മിണ്ടിയില്ല. ഇതിൻ്റെ പേര് ഇരട്ടത്താപ്പാണ്. നമ്മൾ പറയുവാണെങ്കിൽ എല്ലാ മതത്തെയും ഒരുപോലെ കൃത്യമായ രീതിയിൽ വിമർശിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ നേരെ പോയിട്ട് കുത്തിക്കൊടുക്കുന്നു മോദിക്കിട്ട്, അല്ലെങ്കിൽ ഈ താമരക്കിട്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇരട്ടത്താപ്പാണ് മെയിൻ പരിപാടി. ഇപ്പം UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDFൻ്റെ അധികാരത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പം മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. ഇത് മലയാളികൾക്കറിയാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ BJP വളരുന്നത്. BJP വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇനി കൃത്യമായിട്ടൊരു കാര്യം കൂടെ പറയാം. നേരത്തെ ഒന്നും ഈ രാജ്യത്തെ ഹിന്ദുസിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഏകീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ പോലും വലിയ രീതിയിൽ ഏകീകരണം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു വികാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും കുംഭമേളയിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അയോധ്യ കാണാൻ പോകുന്നു, കുംഭമേള കാണാൻ പോകുന്നു, അവരുടെ വിശ്വാസപ്രകാരം രാമൻ ജനിച്ച സ്ഥലം കാണാൻ പോകുന്നു, സീത ജനിച്ച സ്ഥലം കാണാൻ പോകുന്നു, ഗംഗയെ സ്നാനം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ രീതിയിൽ വികാരം ഉണ്ടാകുന്നുണ്ട്, അവരെല്ലാം പോകുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് രാജ്യത്തെ ഹിന്ദു ജനസംഖ്യയുടെ പകുതിയോളം ആൾക്കാർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളത്. അതിൻ്റെ തെളിവാണ്. നമ്മളിപ്പം ഈ വലിയ രീതിയിൽ ഈ കുംഭമേളയിൽ പോകുന്നവരെല്ലാം മണ്ടന്മാരാണെന്നും, അല്ലെന്നുണ്ടെങ്കിൽ കേരള സാർ 100% ലിറ്ററസി സാർ എന്നുള്ള രീതിയിൽ നോർത്ത് ഇന്ത്യക്കാർ മാത്രം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ് കുംഭമേള, അല്ലെങ്കിൽ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നത് മോശ പരിപാടിയാണ് എന്നൊക്കെ പല ആൾക്കാരും വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, സൗദിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഗവൺമെൻറ് സബ്സിഡിയോടെ തന്നെയല്ലേ അവരുടെ മതപരമായ ആചാരത്തിന് പോകുന്നു. അവിടെ പ്രശ്നമില്ല. കേരള 100% ലിറ്ററസി സാർന്ന് അവിടെ പറയണമെങ്കിൽ ഇവിടെയും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കാര്യമുണ്ടോ? എന്തായാലും ഞാൻ പറഞ്ഞ അഭിപ്രായം കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുകൂടി ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കുക. നന്ദി.